പരിശുദ്ധമായ റമദാനിൻ്റെ 21-ാം രാവ് കഴിഞ്ഞു. നമ്മളുള്ളത് 21-ാമത്തെ പകലിലാണ്. ഇന്നും ഇനിയുള്ള ദിവസങ്ങൾ, ഇന്നിപ്പോൾ 22-ാം രാവാണ്, ഇനി 23-ാം രാവ്, 25, 27, 29 ഒറ്റ രാവ് വരുന്നു. അതുപോലെ ഇരട്ട രാവുകളൊക്കെ വരുന്നു. ഈ ഒരു സമയത്തൊക്കെ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് ലൈലത്തുൽ ഖദറിനെയാണ്. എന്താണ് ലൈലത്തുൽ ഖദർ? എന്തിനാണ് ലൈലത്തുൽ ഖദർ? ലൈലത്തുൽ ഖദർ കിട്ടിയാൽ എന്ത് നേട്ടമാണുള്ളത്? എപ്പോഴാണ് ലൈലത്തുൽ ഖദർ? എന്തുകൊണ്ട് ലൈലത്തുൽ ഖദർ? ലൈലത്തുൽ ഖദർ കിട്ടുന്ന ആളുകൾ, കിട്ടാത്ത ആളുകൾ എല്ലാം വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം. കൂടാതെ ഒരുപാട് പേര് ചോദിക്കും, ഉസ്താദേ 27-ാം രാവിനാണോ ലൈലത്തുൽ ഖദർ? ലൈലത്തുൽ ഖദർ എന്നാണെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരുപാട് അഭിപ്രായങ്ങൾ പണ്ഡിതന്മാരുടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു രാത്രി ഹയാത്താക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് മാത്രമല്ല, ഇനിയുള്ള ദിവസങ്ങളിലും ഇനിയുള്ള രാത്രിയിലും പകലിലൊക്കെ ഒരു 5 കൂട്ടം ദിക്ർ, 5 കൂട്ടം ദിക്ർ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഓരോരുത്തരും മനസ്സറിഞ്ഞ് പറയേണ്ടതാണ്. ഏതാണ് ആ 5 ദിക്ർ? വിശദമായി ഈ ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു ലൈലത്തുൽ ഖദർ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമദാനിൻ്റെ 3-ാമത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മളുള്ളത് 21-ാമത്തെ നോമ്പിലാണ്, 21-ാമത്തെ പകലിലാണ്. ഇന്ന് 22-ാമത്തെ രാവാണ്. ഇനി വരുന്ന ഒറ്റ രാവുകൾ അൽഹംദുലില്ലാഹ് നമ്മൾ വിശുദ്ധമായ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവാണ്. ഇന്നലെ 21-ാം രാവായിരുന്നു. നമ്മുടെ പള്ളികളിലും അതുപോലെ വീടുകളിലുമൊക്കെ നമ്മുടെ ഉമ്മമാരും അതുപോലെ ഉപ്പമാരും ഒരുപാട് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുകയും ഒരുപാട് കണ്ട് ഇബാദത്തുകൾ ചെയ്തവരാണ്. നമ്മുടെ ചാനലിൽ തന്നെ അൽഹംദുലില്ലാഹ് ഒരുപാട് ദിക്റുകളും അതുപോലെ സ്വലാത്തുകളൊക്കെ നമ്മൾ ചൊല്ലിയവരാണ്. അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തും സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. അർഹമായ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും അല്ലാഹു നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ റമദാനിൻ്റെ അവസാനത്തെ ഒറ്റ രാവും ഇരട്ട രാവും അതൊക്കെ നമ്മൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടതാണ്. ഒറ്റ രാവിൽ മാത്രമാണ് ലൈലത്തുൽ ഖദർ എന്ന് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഒറ്റ രാവിലും ആവാം, ഇരട്ട രാവ്. ഇപ്പം ഇന്ന് ഇരട്ട രാവാണ്, ഇന്ന് 22-ാമത്തെ രാവാണ്. ഇന്നും ആയേക്കാം ലൈലത്തുൽ ഖദർ. അല്ലാഹു തആല എന്നാണ് ലൈലത്തുൽ ഖദർ എന്ന് നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ല, നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. അപ്പോൾ അതെന്നാണെങ്കിലും അതിൻ്റെ പോരിശ കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതായത് ലൈലത്തുൽ ഖദറിനെ പറ്റി അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള അതിശ്രേഷ്ഠമായ സൂറത്തുൽ ഖദർ. ആ സൂറത്തുൽ ഖദറിൽ അല്ലാഹു തആല ലൈലത്തുൽ ഖദർ എന്താണെന്നും അതെങ്ങനെയാണെന്നും അതുപോലെ തന്നെ അതുകൊണ്ട് മനുഷ്യൻ എന്ത് നേട്ടമാണ് ഉള്ളതെന്നും എല്ലാം വിശദമായിട്ട് അല്ലാഹു പറയുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മൾ പറയുന്നത്, ഉസ്താദെ ഞങ്ങൾ ജനിച്ചത് മുതലേ കേൾക്കുകയാണ് ലൈലത്തുൽ ഖദർ. എന്താണ് ഈ ലൈലത്തുൽ ഖദർ? എങ്ങനെയാണ് ലൈലത്തുൽ ഖദർ? എന്തിനാണ് ലൈലത്തുൽ ഖദർ? എപ്പോഴാണ് ലൈലത്തുൽ ഖദർ എന്നൊക്കെ ഒരുപാട് പേർക്ക് സംശയമുണ്ടാകും. ലൈലത്തുൽ ഖദർ എന്ന വാക്കിൻ്റെ അർത്ഥം നിർണായക രാത്രി അല്ലെങ്കിൽ നിർണായക രാവ് എന്നാണ് ലൈലത്തുൽ ഖദറിൻ്റെ അർത്ഥം. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്താണ് നിർണയിക്കുന്നത് എന്നൊക്കെ നമുക്ക് പറയാം. വിശുദ്ധമായ ഖുർആനിലെ ആ സൂറത്തുൽ ഖദർ തന്നെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. നിശ്ചയമായും നബിയെ, ഈ വിശുദ്ധമായ ഖുർആനിനെ നാം ഇറക്കിയിട്ടുള്ളത് ഈ സുന്ദരമായ രാത്രിയിലാണ്. അതുപോലെ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, എന്താണ് ലൈലത്തുൽ ഖദർ എന്ന് താങ്കൾക്ക് അറിയാമോ? ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദർ. 1000 മാസം, അതായത് ഏകദേശം ഒരു കണക്ക് കൂട്ടം. 1000 മാസം എന്ന് പറഞ്ഞാൽ കറക്റ്റ് 1000 മാസത്തിന്റെ ശ്രേഷ്ഠത എന്ന് മാത്രമല്ല, 1000 മാസത്തേക്കാൾ എന്നാണ്. അതായത് ചിലപ്പോൾ 1000 മാസം ആവാം, 2000 ആവാം, 3000 ആവാം, 1,00,000 ആവാം. അള്ളാഹു അല്ല തരുന്നത്, അതുകൊണ്ട് കയ്യും കണക്കും ഉണ്ടാവില്ല. 84 വർഷവും 4 മാസവും എന്നൊക്കെ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. 3000 രാത്രി, 3000 പകൽ എന്നൊക്കെ ഇങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്തിനാണ് ഒരൊറ്റ രാത്രിക്ക് 3000 രാത്രി ഒരു മനുഷ്യനെ ഇബാദത്ത് ചെയ്യുന്ന, അല്ലെങ്കിൽ 3000 പകൽ ഒരാളെ ഇബാദത്ത് ചെയ്യുന്ന കൂലിയൊക്കെ അള്ളാഹു നമുക്ക് തരുന്നത്? അത് വേറൊന്നുമല്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ ഓടിച്ച് പറയുക.
മുൻഗാമികളായ ആളുകൾ അവരൊക്കെ ജീവിച്ചത് മഹാനായ ആദം നബിയെ പോലെ, മഹാനായ നൂഹ് നബിയെ പോലെ അലൈഹിമുസ്സലാത്തു വസ്സലാം, അവരൊക്കെ 1000 അതുപോലെ 950 900 ഒക്കെ വർഷം ജീവിച്ച ആളുകളാണ് ആ നബിമാരും അവിടുത്തെ സമൂഹവും. അപ്പോൾ അവരൊക്കെ ഒരുപാട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 500 വർഷം ജീവിച്ച ആളുകൾ, 200 വർഷം ഒക്കെ ജീവിച്ച ആളുകളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുത്തായ റസൂലിന്റെ ഉമ്മത്തികളായ നമുക്കുള്ള ഏകദേശം വയസ്സ് കൂടിപ്പോയാൽ 100-120. അതൊക്കെ വളരെ വിരളമായ ആളുകളാണ്. അള്ളാഹുവിന്റെ ഹബീബ് തന്നെ 63 വയസ്സല്ലേ ജീവിച്ചത്. അപ്പൊ അഅ്മാറു ഉമ്മത്തി മാബൈന സിത്തീന വസബീന, 60ന്റെയും 70ന്റെയും ഇടയിലാണ് എൻ്റെ ഉമ്മത്തിന്റെ വയസ്സ്. അപ്പൊ അത്രമാത്രം കുറച്ച് വർഷം ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളാണ് മറ്റ് സമുദായങ്ങളെക്കാൾ ഏറ്റവും ഉത്തമരായ ആളുകൾ, ശ്രേഷ്ഠതയുള്ള ആളുകൾ. അപ്പോൾ നമ്മൾ ഈ 60 വർഷം എത്ര തലകുത്തി പറഞ്ഞ ഇബാദത്ത് എടുത്താലും അവർ ചെയ്ത ഇബാദത്തിന്റെ അടുത്ത് എത്തൂല. അപ്പൊ അങ്ങനെ എത്താൻ വേണ്ടിയേ ഒരു രാത്രി അള്ളാഹു തന്നിരിക്കുകയാണ്. ആ ഒരൊറ്റ രാത്രി നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ എന്ത് കിട്ടും? 1000 മാസത്തേക്കാൾ, അതായത് 3000 രാത്രിയും 3000 പകലും ഒക്കെ ഇബാദത്ത് ചെയ്ത പ്രതിഫലം കിട്ടും. അതിനാണ് ലൈലത്തുൽ ഖദ്ർ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത്. ഇനി എന്നാണ് ലൈലത്തുൽ ഖദ്ർ? അതാണ് ഒരുപാട് പേർക്ക് അറിയേണ്ടത്. ലൈലത്തുൽ ഖദ്ർ സംഭവം ശരിയാണ്, ഞങ്ങൾ ഇബാദത്ത് ചെയ്തോളാം ഉസ്താദെ, ഓക്കെ. പക്ഷേ എന്നാണ് ലൈലത്തുൽ ഖദ്ർ? അത് എന്നാണെന്ന് നബി തങ്ങൾ നമുക്ക് കൃത്യമായി അറിയിച്ചു തന്നിട്ടില്ല. അങ്ങനെ കൃത്യമായി അറിയിച്ചു തന്നിരുന്നെങ്കിൽ 11 മാസവും നമ്മൾ എന്ത് ചെയ്യൂല? പള്ളി പോലും കയറൂല, നിസ്കരിക്കൂല, നോമ്പ് പിടിക്കൂല. ആ ഒരൊറ്റ രാത്രി വന്ന് എല്ലാം കൂടി പള്ളിയിൽ വന്ന് ഇബാദത്തായിട്ട് കഴിഞ്ഞുകൂടും. അങ്ങനെ ഒരു സ്വഭാവം നമുക്ക് നല്ലതല്ല. ഒരുപക്ഷെ അങ്ങനെയൊക്കെ മനുഷ്യന്മാർ ചെയ്ത് എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് കയറാം എന്നൊക്കെ വിചാരിച്ച് മറ്റു മാസങ്ങളിൽ മോശത്തരം ഒരുപാട് ചെയ്തേക്കാം. അതൊക്കെ വിചാരിച്ചായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് അത് അറിയിച്ചു തരാതിരുന്നത്. എന്താണോ അതിന്റെ സിർ, അത് അല്ലാഹു അലം. അപ്പോ ഈ 84 വർഷവും 4 മാസവും അഥവാ 3000 രാത്രി 3000 പകൽ ഇബാദത്ത് ചെയ്ത പ്രതിഫലം കിട്ടുന്ന ലൈലത്തുൽ ഖദ്ർ എന്നാണ് എന്നൊരാൾ ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ നമുക്ക് 2-3 ഹദീസുകളുണ്ട്. ഈ ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ 4 പ്രകാശങ്ങളുടെ സമന്വയമാണ്. ആകാശ ഭൂമികളുടെ പ്രകാശമായ അള്ളാഹുവിൽ നിന്നും പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ജിബ്രീൽ എന്ന മലക്ക് വഴി, അതാ മലക്കുകൾ വഴി പ്രകാശമാക്കപ്പെട്ട വിശുദ്ധമായ ഖുർആൻ, ലോകത്തിന്റെ പ്രകാശമായ വിളക്കായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ. അഥവാ രാത്രിയെ പകലാക്കി മാറ്റിയ പ്രകാശ വിപ്ലവമാണ് ലൈലത്തുൽ ഖദ്ർ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ശഅബാനിന്റെ അവസാനത്തെ ദിവസം നബിതങ്ങൾ സ്വഹാബിമാരെ എല്ലാവരെയും വിളിച്ചിട്ട് അവരോട് ഒരു പ്രസംഗം നടത്തി. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നഹു ഖദ് അളല്ലക്കും ശഹ്റുൻ അളീം ശഹ്റുൻ മുബാറക് ഫീഹി ലൈല ഖൈറുൻ മിൻ അൽഫി ശഹ്ർ. നബിതങ്ങൾ പറഞ്ഞു, സ്വഹാബത്തെ, ഒരു മാസം വരുന്നുണ്ട്, വലിയ ശ്രേഷ്ഠതയുള്ള മാസമാണ്, അതുപോലെ തന്നെ ഒരു ബറക്കത്താക്കപ്പെട്ട മാസമാണ്, അതിലൊരു രാത്രിയുണ്ട്, ആ രാത്രി 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള രാത്രിയാണ്. ഇതൊക്കെ ഒരു ഹദീസാണ്. പിന്നെ ഇനി നമുക്ക് എന്നാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് നോക്കാം. ഒരുപാട് പേർക്ക് അതാണ് അറിയാനുള്ള ആഗ്രഹം. എന്നാണ് ഉസ്താദെ? 21-ാം രാവിനാണോ, 17-ാം രാവിനാണോ, 19-ാം രാവാണോ, 23, 25, 27, 29? എല്ലാവരും 27 പറഞ്ഞിരിക്കുക. പറയുന്ന ഞാൻ ഉൾപ്പെടെ 27-ാം രാവിലെ അല്ലേ? അൽഹംദുലില്ലാ, നമ്മളൊക്കെ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്നുണ്ട്. അന്നാണോ ഈ ലൈലത്തുൽ ഖദ്ർ? ഇനി കഴിഞ്ഞു പോയി 21-ലാണോ? നമുക്കൊന്ന് നോക്കാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ലൈലത്തുൽ ഖദ്റിനെ പറ്റി ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. ലൈലത്തുൽ ഖദ്ർ എന്നാണ്, അത് എങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ നബിയുമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സഹാബത്തെ, റമളാൻ എത്രയായി? ഞങ്ങൾ പറഞ്ഞു, നബിയെ, റമളാൻ 22 കഴിഞ്ഞു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, എന്നാൽ ഇനിയുള്ള 7 ദിവസങ്ങൾ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചോ. ഇനി വരുന്ന 7 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും ലൈലത്തുൽ ഖദ്ർ. എന്നിട്ടും നബി തങ്ങൾ പറഞ്ഞില്ല കറക്റ്റ് ഡേറ്റ്. ഇതൊരു ഹദീസ്. 2, ഒരു വൃദ്ധനായ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയേ, എനിക്ക് കൂടുതലൊന്നും നിസ്കരിക്കാൻ പറ്റൂല, എനിക്ക് ശാരീരികമായി ഞാൻ വളരെ പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്. അപ്പോൾ ഈ ലൈലത്തുൽ ഖദ്ർ എന്നാണെന്നൊന്ന് പറഞ്ഞു തന്നാൽ ഞാൻ അന്ന് ഇബാദത്ത് ചെയ്തോളാം നബിയെ എന്നൊരു വൃദ്ധനായ സ്വഹാബി വന്ന് നബി തങ്ങളോട് പറഞ്ഞപ്പോൾ അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തത് റമളാനിന്റെ 7-ാം രാവാണ്. പോയില്ലേ? റമളാനിന്റെ 7-ാം രാവ് എന്ന് പറഞ്ഞാൽ എവിടെ കിടക്കുന്നു? റഹ്മത്തിന്റെ പത്തിൽ കിടക്കുന്നു. നമ്മൾ ലൈലത്തുൽ ഖദ്റിനെ പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത സമയത്ത്
അതാവാം, അതും ഉറപ്പല്ല, 7-ാം രാവാവാം. ഇനിയോ അബൂദാവൂദ്, ത്വബറാനി ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു, നബിയെ എന്നാണ് ലൈലത്തുൽ ഖദർ? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഹിയ ഫീ കുല്ലി റമളാൻ, റമളാൻ മൊത്തം നിങ്ങൾ പ്രതീക്ഷിക്കാൻ. എങ്ങനെ ഇരിക്കുന്നു? റമളാൻ മൊത്തം പ്രതീക്ഷിക്കാൻ. അതായത് റമളാനിന്റെ അവസാനത്തെ ഒറ്റ രാവ് മാത്രമല്ല, ഇരട്ട രാവ് മാത്രമല്ല, റമളാൻ മൊത്തത്തിൽ നോക്കിയാൽ ഏതെങ്കിലും ഒരു രാത്രിയാവാം. ലത്തായിഫുൽ മആരിഫ് എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. അതിൽ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായമായിട്ട് പറയുന്നു, ഒന്നുകിൽ റമളാൻ 17-ാം രാവോ അല്ലെങ്കിൽ 21-ാം രാവോ ആയിരിക്കും ലൈലത്തുൽ ഖദർ. അതാണെങ്കിൽ രണ്ടും കഴിഞ്ഞുപോയി. അല്ലാഹു തആല ലൈലത്തുൽ ഖദർ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുണ്യം കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ പാവപ്പെട്ട നമ്മളെല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചില പണ്ഡിതന്മാർ പറയുന്നു ലൈലത്തുൽ ഖദർ 17-ാം രാവിനായിരുന്നു. കാരണം അന്നാണ് സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കപ്പെട്ടത്. അല്ലെ, സ്വഹാബിമാര് യുദ്ധം ചെയ്തില്ലേ? യുദ്ധം ചെയ്ത ആ തലേ രാത്രി. അപ്പൊ അന്നായിരുന്നു എന്നും പറയുന്ന ആളുകളുണ്ട്. അന്നാണെങ്കിൽ നമ്മുടെ ചാനലിൽ കൂടിയൊക്കെ ഒരുപാട് ദിക്ർ പറഞ്ഞിട്ടുണ്ട്, സലാത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തറാവീഹൊക്കെ നിസ്കരിച്ചവരാണ്. അൽഹംദുലില്ലാഹ്. അന്നാണെങ്കിൽ അതിന്റെ പ്രതിഫലം അല്ലാഹു നമുക്ക് തരട്ടെ. വ്യത്യസ്തമായ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. മഹാനായ ഹസനു ഷാദുലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റമളാനിന്റെ ആദ്യത്തെ ദിവസം കണക്കാക്കിയാണ് ലൈലത്തുൽ ഖദർ നിർണ്ണയിക്കുക. ഇതൊക്കെ ഒരു അഭിപ്രായങ്ങളാണ് കേട്ടോ. ഉസ്താദ് ഇന്നലെ യൂട്യൂബിൽ കൂടി പറഞ്ഞു 17-ാം രാവിലാണെന്ന്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, കഴിഞ്ഞു പോയില്ലേ എന്നൊന്നും പറഞ്ഞ് ആരും വരണ്ട. കാരണം ഇതൊക്കെ ഓരോ അഭിപ്രായങ്ങളാണ്. പല പല പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയിച്ചു തരുകയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. റമളാനിലെ ആദ്യത്തെ ദിനം നോക്കി ലൈലത്തുൽ ഖദർ നിർണ്ണയിക്കാം. ഞായറാഴ്ചയാണ് നോമ്പ് തുടങ്ങിയതെങ്കിൽ, റമളാൻ 1 ഞായറാഴ്ചയാണെങ്കിൽ 29-ാം രാവ് ആയിരിക്കും ലൈലത്തുൽ ഖദർ. തിങ്കളാഴ്ചയാണ് നോമ്പ് തുടങ്ങുന്നതെങ്കിൽ 21-ാം രാവ് ആയിരിക്കും ലൈലത്തുൽ ഖദർ. ചൊവ്വാഴ്ചയാണ് നോമ്പ് തുടങ്ങുന്നതെങ്കിൽ 27-ാം രാവായിരിക്കും ലൈലത്തുൽ ഖദർ. ബുധനാഴ്ചയാണെങ്കിൽ 19-ാം രാവും, വ്യാഴാഴ്ചയാണെങ്കിൽ 25-ാം രാവും, വെള്ളിയാഴ്ചയാണെങ്കിൽ 17-ാം രാവും, ശനിയാഴ്ചയാണെങ്കിൽ 23-ാം രാവുമായിരിക്കാം ലൈലത്തുൽ ഖദർ. അങ്ങനെയാണെങ്കിൽ ഈ 2024 ഈ വർഷത്തെ ലൈലത്തുൽ ഖദർ എന്നാണ്? നമുക്ക് നോമ്പ് തുടങ്ങിയത് ചൊവ്വാഴ്ചയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു അഭിപ്രായം വെച്ച് 27-ാം രാവിലായിരിക്കും. അള്ളാഹു പടച്ചോനെ ആ പുണ്യം ഞങ്ങൾക്ക് കരസ്ഥമാക്കാൻ നീ തൗഫീക്ക് തരണേ അല്ലാ, തൗഫീക്ക് തരണേ അല്ലാ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടെ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ഇബാദത്തിലായി കഴിഞ്ഞുകൂടണേ. വീണ്ടും പറയുന്നു മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അള്ളാഹു ഒറ്റ സംഖ്യയാണ് ഇഷ്ടപ്പെടുന്നത്. പ്രത്യേകിച്ച് 7 എന്ന സംഖ്യ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ്. 7 ആകാശം, 7 ഭൂമി, 7 ദിവസം, തവാഫിന്റെ എണ്ണം 7. അതിനാൽ ഒന്നുകിൽ റമളാൻ 7-ാം രാവ്, അല്ലെങ്കിൽ 17-ാം രാവ്, അല്ലെങ്കിൽ 27-ാം രാവിനെ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണേ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, തഹറു ലൈലത്തുൽ ഖദരി 17 സ്വബീഹത ബദർ ഔ 21 ഔ 23. അതായത് പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ എപ്പോഴൊക്കെ പ്രതീക്ഷിക്കണമെന്നറിയോ? 17-ാം രാവിനെ നിങ്ങൾ പ്രതീക്ഷിക്കണേ. അതുപോലെ തന്നെ 21-ാം രാവിനെ നിങ്ങൾ പ്രതീക്ഷിക്കണേ. 23-ാം രാവിനെയും പ്രതീക്ഷിക്കണേ. ഇങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ 10-ലാണ് എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ നമ്മളുള്ളത്. ഇപ്പോൾ 21-ാം രാവ് കഴിഞ്ഞു. ഇനി 23-ഉം 25-ഉം 27-ഉം 29-ഉം രാവുകൾ വരാനിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ 24, 26, 28 വരാനിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങൾ മുഴുവനും ഇൻഷാ അല്ലാഹ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണേ. അല്ലാഹുവേ പടച്ചവനെ, പാവപ്പെട്ട ഞങ്ങൾക്ക് ആ ലൈലത്തുൽ ഖദർ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീക്ക് തരണേ റഹ്മാനെ. ഇന്ന് രാത്രി ലൈലത്തുൽ ഖദർ ആണെന്ന് വിചാരിക്കുക. ഇന്ന് രാത്രി ലൈലത്തുൽ ഖദർ ആണെങ്കിൽ നാളെ രാവിലെ ചില അടയാളങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അടയാളങ്ങൾ എന്നാ പറഞ്ഞത്, ഇത് കണ്ടേ മതിയാകൂ, അല്ലെങ്കിൽ ഇത് കണ്ടില്ലെങ്കിൽ കഴിഞ്ഞ രാത്രി ലൈലത്തുൽ ഖദർ ആയിരുന്നില്ല എന്നൊന്നും അർത്ഥമില്ല. ഇതൊക്കെ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളാണ്. ഒന്നാമത്, ഈ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന രാത്രി വളരെ ശാന്തമായ, തെളിഞ്ഞ, സുന്ദരമായ ഒരു രാത്രിയായിരിക്കും. അങ്ങനെ ഒരു രാത്രിയുണ്ട്. അതുപോലെ തന്നെ ആ രാത്രിക്ക് ശേഷമുള്ള സൂര്യൻ മങ്ങിയ വെളിച്ചമായിരിക്കും. ആ രാത്രി നായകളുടെ അതുപോലെ കഴുതകളുടെ അലർച്ച കുറവായിരിക്കും. അന്നത്തെ രാത്രിയിൽ കടൽ വെള്ളത്തിന് അമ്ലസാന്ദ്രത കുറവായിരിക്കും, ഉപ്പുരസം കുറവായിരിക്കും. എല്ലാ സൃഷ്ടികളും അവരുടെ ഭാഷയിൽ അന്ന് ഇബാദത്തിലായിരിക്കും. മരങ്ങളും ചെടികളൊക്കെ വലിയ കുലുക്കൊന്നുമില്ലാതെ, വലിയ ആട്ടമൊന്നുമില്ലാതെ ഒരു സാധാ മട്ടില്, ഒരു എന്താ പറയുക, സൗമ്യ മട്ടിലായിരിക്കും എന്നൊക്കെ നമുക്ക് പല അഭിപ്രായങ്ങളും കാണാം.
അപ്പോൾ ഇപ്പോഴും മനസ്സിലായിട്ടില്ല നമുക്ക് എന്നാണ് ലൈലത്തുൽ ഖദർ എന്ന്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ അതിശ്രേഷ്ഠമായ ദിനങ്ങളാണ്, എല്ലാം നമുക്ക് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റിയ രാവുകളാണ്. ശേഷം വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നു, തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. മലക്കുകൾ ഇറങ്ങി വരുന്ന രാത്രിയാണ്, റൂഹുകൾ ഇറങ്ങി വരുന്ന രാത്രിയാണ്. എന്തിനാണ് മലക്കുകൾ ഇറങ്ങി വരുന്നതെന്നറിയോ? ഈ മലക്കുകൾ മനുഷ്യരായ നമുക്ക് എതിരെ സാക്ഷി പറഞ്ഞ ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചോദിച്ചു, മലക്കുകളെ, ഞാൻ ഭൂമിയിൽ മനുഷ്യന്മാരെ സൃഷ്ടിക്കാൻ പോകുന്നു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പൊ മലക്കുകൾ പറഞ്ഞു, എന്തിനാണ് റബ്ബേ, നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഞങ്ങളുണ്ട്, നിനക്ക് തസ്ബീഹും തക്ബീറും തഹ്ലീലൊക്കെ ചൊല്ലാൻ ഞങ്ങളുണ്ട്, പിന്നെ എന്തിനാ ഈ മനുഷ്യന്മാരെ സൃഷ്ടിക്കണേ എന്ന് നമുക്കെതിരെ സാക്ഷി പറഞ്ഞ ആളുകളായി മലക്കുകൾ. ആ മലക്കുകളെ തന്നെ അല്ലാഹു തആല ഭൂമി ലോകത്ത് ഇറക്കിക്കും. എന്നിട്ട് അല്ലാഹ് പറയും, കണ്ടോ കണ്ടോ എൻ്റെ അടിമകളെ കണ്ടോ, അവരെ എത്രമാത്രം ഇബാദത്തിനാണ് കഴിഞ്ഞുകൂടുന്നത്, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് അവരെ ഇബാദത്ത് എടുക്കുന്നത് കണ്ടോ എന്ന് അള്ളാഹു നമ്മളെ നോക്കിയിട്ട് അഭിമാനം പറയുമെന്നാണ്. അള്ളാഹു അതിനെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോ ആ മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ടോ നമ്മുടെ അമലുകൾ കാണുമ്പോൾ ആ മലക്കുകൾ പറയും, അല്ലാഹുവേ, ഇവരെ നീ പടച്ചത് എത്രയോ ഖൈറായി. കാരണം ഇവർക്ക് വികാരമുണ്ട്, വിചാരമുണ്ട്, വിശപ്പുണ്ട്, ഉറക്കമുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഇവർ എഴുന്നേറ്റിരുന്ന് നിനക്ക് ഇബാദത്ത് ചെയ്യുകയാണല്ലോ. ഞങ്ങൾക്ക് വികാരമില്ല, വിചാരമില്ല, വിശപ്പില്ല, ഉറക്കമില്ല, എന്നിട്ട് ഞങ്ങളെക്കാൾ കൂടുതൽ ഇവർ ഇബാദത്ത് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആ മലക്കുകൾ നമ്മളെ നോക്കി പറയും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. പടച്ച റബ്ബേ, ആ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അപ്പൊ മലക്കുകൾ ഇറങ്ങി വരും. എല്ലാ സ്ഥലത്തും മുഅ്മിനീങ്ങളുടെ വീടുകളിലൊക്കെ മലക്കുകൾ വരും. അതുപോലെ തന്നെ പള്ളികളിൽ വരും. ഇബാദത്ത് എടുക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യും. അല്ലാഹു ആ ഗണത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. മലക്ക് മാത്രമല്ല, റൂഹും ഇറങ്ങി വരും. എന്താണ് റൂഹ്? റൂഹ് ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ 5 അഭിപ്രായങ്ങളാണ് അതിനുള്ളത്. ഒന്നാമത്തേത്, റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരും. അല്ലെങ്കിൽ റൂഹുല്ലാഹി ഈസാ നബി ഇറങ്ങി വരും. അല്ലെങ്കിൽ റൂഹ് എന്ന പേരിൽ അള്ളാഹുവിനെ ഒരു പ്രത്യേക മലക്ക് വിഭാഗമുണ്ട്, അവർ ഇറങ്ങി വരും. അല്ലെങ്കിൽ റൂഹ് എന്ന് പറഞ്ഞാൽ വിശ്വാസികളായ ആളുകളുടെ ആത്മാക്കളാണ്, അവർക്ക് അള്ളാഹു താല അനുവാദം കൊടുത്തിട്ട് അവർ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തെയാണ് റൂഹ് എന്ന് പറയുന്നത്. അപ്പൊ 5 അഭിപ്രായമുണ്ട്. അപ്പൊ മലക്കും വരും, റൂഹും വരും. എന്നിട്ടോ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. എന്നിട്ടോ അവർ പ്രഭാതമാകുന്നത് വരെ അവരിങ്ങനെ മുസാഫഹ ചെയ്യും മുഅ്മിനീങ്ങളായ ആളുകളെ. അവർക്ക് വേണ്ടി സലാമത്തിന് വേണ്ടി ദുആരക്കുമെന്നാൻ. ഈ ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഒരാൾക്ക് കിട്ടി എന്ന് മനസ്സിലാവുന്നത് എങ്ങനെയാണെന്നറിയാം. അയാൾ ഏതെങ്കിലും ഒരു രാത്രിയിൽ ഇങ്ങനെ ഇബാദത്ത് എടുക്കുമ്പോൾ, നിസ്കരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഖുർആൻ ഓതുമ്പോൾ, അല്ലെങ്കിൽ ദിക്ർ ചൊല്ലുമ്പോൾ, അല്ലെങ്കിൽ ദുആ ചെയ്യുന്ന സമയത്ത് ശരീരം ഇങ്ങനെ കോരിത്തിരിക്കും. അതുപോലെ മനസ്സിങ്ങനെ ശാന്തമായി, എന്തോ ഒരു ഭാരം ഇറക്കി വെച്ചതുപോലെ. അതുപോലെ തന്നെ കരയാനുള്ള ഒരു തോന്നലുണ്ടാകും. പടച്ചോനെ, ഞാൻ ചെയ്തു പോയി റബ്ബേ എന്ന് പറഞ്ഞ് കരയാനുള്ള ഒരു തോന്നലുണ്ടാകും. അതൊക്കെ എന്താണ്? ഈ മലക്കുകൾ അടുത്ത് വന്ന് നമ്മൾ മുസാഫഹ ചെയ്യുന്നതിൻ്റെ അടയാളമാണ്. ശരീരം ഇങ്ങനെ കോരിത്തരിക്കലും മനസ്സൊന്ന് ശാന്തമാവലും അതുപോലെ കരയാനുള്ളൊരു തോന്നലുണ്ടാകുന്നതൊക്കെ മലക്കുകൾ നമ്മുടെ അടുക്കൽ വന്നിട്ട് മുസാഫഹ ചെയ്യുന്നതിൻ്റെ അടയാളമാണ്. ഇനി ലൈലത്തുൽ ഖദർ നമുക്കൊക്കെ കിട്ടട്ടെ, അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇനി ലൈലത്തുൽ ഖദർ കിട്ടാത്ത ചില ആളുകളുണ്ട്. ചില വീടുകളിലൊക്കെ മലക്കുകൾ വരൂല, ലൈലത്തുൽ ഖദറിന്റെ പുണ്യം കിട്ടൂല. ഒന്ന്, നായയുള്ള വീട്. നായയുള്ള വീടെന്ന് പറഞ്ഞാൽ ഈ പട്ടിയെ വളർത്തുന്ന, നായ വളർത്തുന്ന വീടുകളുണ്ട്. അതായത് ഒരു ഫാഷന് വേണ്ടി വളർത്തും. ഇന്നിപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെ ഒരു അംഗത്തെ പോലെ നായ വീടിൻ്റെ ഉള്ളിൽ തന്നെ കറങ്ങി നടക്കുന്ന ഒരു സ്വഭാവം. നമുക്ക് മുസ്ലിങ്ങൾക്ക് അത് പറ്റൂല കേട്ടോ. അതെന്താണ്? നായ ഒരു പാവം ജീവിയല്ലേ, സ്നേഹമുള്ള ജീവി. ആയിക്കോട്ടെ, സ്നേഹമുള്ള ജീവിയാണ്. അതിനെ കല്ലെടുത്ത് എറിയാനൊന്നും നമ്മൾ പഠിപ്പിക്കുന്നില്ല. അതിന് വിശക്കുകയാണെങ്കിൽ അതിന് ഭക്ഷണം കൊടുക്കണം, ദാഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വെള്ളം കൊടുക്കണം, അല്ലെ? പട്ടിക്ക് വെള്ളം കൊടുത്ത ഒരു മോശപ്പെട്ട സ്ത്രീ സ്വർഗത്തിൽ കടന്നു എന്ന് പഠിക്കുന്ന നമ്മളാണ്. നായയെ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ്. അസ്ഹാബുൽ കഹ്ഫ്, അല്ലെ, 7 ചെറുപ്പക്കാർ, അവരുടെ ചരിത്രം പറയുമ്പോൾ അല്ലാഹു തആല ഖുർആനിലൂടെ ഒരു നായയെ പറ്റി പറയുന്നുണ്ട്. സ്വർഗത്തിൽ കടക്കുന്ന മൃഗങ്ങളിൽപ്പെട്ട ഒന്ന് നായയാണ്. അപ്പൊ നായയെ വളർത്തുന്ന വീടെന്ന് പറഞ്ഞാൽ ഒരു ഫാഷന് വേണ്ടി അങ്ങോട്ട് വളർത്തും. അല്ലാതെ ഇപ്പോൾ നമ്മുടെ പരിസരത്ത് ഇപ്പോൾ കള്ളന്മാർ കൂടുതലാണ്, അവരുടെ ശല്യത്തെ തൊട്ട് കാവൽ കിട്ടാൻ ഒരു നായ വളർത്തുന്നു, അതിന് കുഴപ്പമില്ല. വേട്ടയ്ക്ക് വേണ്ടി നായ വളർത്താറുണ്ട്, കുഴപ്പമില്ല. കൃഷിയുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നായ വളർത്താറുണ്ട്, അതിന് കുഴപ്പമില്ല. അങ്ങനെയൊക്കെ നമുക്ക് വളർത്താം. അതല്ലാതെ ഒരു ഫാഷനായിട്ട് ഇപ്പോൾ വളർത്തുന്നുണ്ടല്ലോ പല പല കാറ്റഗറിയിലുള്ള നായകളെയൊക്കെ വീട്ടിൽ വളർത്തുന്ന, അത് നമുക്ക് ചേർന്നതല്ല. അങ്ങനെയുള്ള വീട്ടിൽ അല്ലാഹുവിന്റെ മലക്കുകൾ വരൂല. അതെന്താ അങ്ങനെ എന്നൊന്നും ചോദിക്കേണ്ട, നബിതങ്ങൾ അങ്ങനെ പറഞ്ഞു, അതങ്ങോട്ട് വിശ്വസിച്ചാൽ മതി. പിന്നെയോ, ജീവജാലങ്ങളുടെ പ്രതിമ ഫോട്ടോ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ മക്കൾ കളിക്കുന്ന പ്രതിമ ഉണ്ടാകും, ഫോട്ടോയൊക്കെ ഉണ്ട്. അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ചില വീടിൻ്റെയൊക്കെ ഫ്രണ്ടിൽ തന്നെ ഗേറ്റിൻ്റെ മുകളിൽ ഒരു സിംഹത്തിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. ചില വീടുകളുടെ ഉമ്മറപ്പടിയിൽ തന്നെ ഒരു കൊക്കിൻ്റെ അല്ലെങ്കിൽ ഒരു പാമ്പിൻ്റെ രൂപമൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും. അതൊന്നും നമുക്ക് നല്ലതല്ല.
അതൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റലാണ്. അതായത് മൃഗങ്ങളുടെ രൂപങ്ങൾ നമ്മളതൊരു ഫാഷന് വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് നല്ലതല്ല. അതുപോലെ ഷാരിബുൽ ഖംർ, കള്ളുകുടിയുടെ വീട്ടിൽ റഹ്മത്തിന്റെ മലക്ക് വരൂല, ലൈലത്തുൽ ഖദ്ർ കിട്ടൂല. അതുപോലെ മൻ ഖതഅ റഹ്, കുടുംബബന്ധം മുറിച്ച് പിണങ്ങിക്കടയുന്ന ആളുകളാണെങ്കിൽ അവരുടെ വീട്ടിലും ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം കിട്ടൂല. അതുപോലെ തന്നെ അസൂയ, കുശുമ്പ്, കാപട്യം, ഹൃദയം ദുഷിച്ച ആളുകൾ, ഇവരുടെ ഒന്നും വീടുകളിലേക്കോ അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിലേക്കോ ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം കിട്ടൂല. അപ്പൊ എന്താണ് ലൈലത്തുൽ ഖദ്ർ? എപ്പോഴാണ് ലൈലത്തുൽ ഖദ്ർ? എങ്ങനെയാണ് ലൈലത്തുൽ ഖദ്ർ? എന്തിനാണ് ലൈലത്തുൽ ഖദ്ർ? ലൈലത്തുൽ ഖദ്ർ കിട്ടുന്ന ആളുകൾ, കിട്ടാത്ത ആളുകൾ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനിയുള്ള രാവുകളിലും ഇനിയുള്ള പകലുകളിലും നമ്മൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുക. ഒറ്റ രാവുകൾ പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ നമ്മൾ ദ്വാരക്കേണ്ട ഒരു ദുആ. ഒന്ന്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അതുപോലെ തന്നെ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. ആ ദുആ മറന്നു പോവരുതേ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. ആ ദുആ നമ്മൾ ഒരുപാട് കണ്ടധികരിപ്പിക്കണേ. അതാണ് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പറയണം. അല്ലാഹുവിൽ നിന്നുള്ള മാപ്പിനെ ചോദിക്കുന്നു. അതുപോലെ മറ്റൊരു ദുആയാണ് അല്ലാഹുമ്മ അഅ്തിഖ്നീ മിനന്നാർ വഅദ്ഖിൽനിൽ ജന്ന യാ റബ്ബൽ ആലമീൻ. ഈ ദുആയും നമ്മൾ അധികരിപ്പിക്കണേ. അതുപോലെ തന്നെ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. ആ ദുആയും നമ്മൾ അധികരിപ്പിക്കണേ. അതുപോലെ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. മഹാനായ യൂനുസ് നബി പറഞ്ഞ ദുആയാണ് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആ ദുആ നമുക്ക് പറയാം. പിന്നെ നമുക്ക് ഒരുപാട് ദുആ അറിയാലോ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ബിസ്മില്ലാഹി തവക്കൽതു. ഇങ്ങനെ ഒരുപാട് ദുആയുണ്ട്. അപ്പോൾ അറിയാവുന്ന ദുആയും ദിക്റും സ്വലാത്തും നമ്മളിങ്ങനെ പറയുക, ഒരുപാട് കണ്ട് ദുആരക്കുക. ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, അങ്ങനെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇനിയുള്ള ദിനരാത്രങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു തആല ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും പടച്ചവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അള്ളാഹു എല്ലാവർക്കും ഖൈർ തരട്ടെ, സലാമത്ത് തരട്ടെ. ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് പേര് കമൻറ്റ്, ദുആ വസിയത്ത് ഒക്കെ എഴുതാറുണ്ട്. റബ്ബേ പടച്ചവൻ ആരൊക്കെ ഞങ്ങളോട് ദ്വാരക്കാൻ പറഞ്ഞു. അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. സങ്കടങ്ങൾ മാറ്റണേ അല്ലാ, ദുരിതങ്ങൾ മാറ്റണേ റഹ്മാനെ. ഈ റമദാനിൻ്റെ പോരിശ മുഴുവൻ ഞങ്ങൾക്ക് തരണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ കാര്യം നീ ഏറ്റെടുക്കണേ അല്ലാ. ഭർത്താവിൻ്റെ രോഗം, ഭാര്യയുടെ രോഗം ഒക്കെ പറഞ്ഞ് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. എല്ലാ ഖൈറാത്തുകളും നമ്മുടെ ജീവിതത്തിൽ നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയവർക്ക് നീ സ്വർഗം നൽകണേ റഹ്മാനെ. അള്ളാഹു ദുനിയാവും ആഖിറവും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ പാവപ്പെട്ട ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാ. ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അള്ളാഹു എല്ലാവരെയും ഖൈറിലാക്കട്ടെ. ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ, നമ്മളെല്ലാവരും പരിശുദ്ധമായ റമദാനിൽ വിശുദ്ധമായ ഖുർആൻ ഓതുന്നു, അതായത് ഖത്തം ഓതുന്നു, ഖത്തം തീർക്കുന്നു. എന്താ ഖത്തം എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥം അത് നമ്മൾ പറഞ്ഞ ഒരു വീഡിയോ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഖത്തം? ഖത്തം ഓതേണ്ടത് എങ്ങനെയാണ്? ഖത്തം ഓതുമ്പോൾ വിശുദ്ധമായ ഖുർആൻ മുഴുവനും ഓതാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ, അയാൾ ആ ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട സുപ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഒരു മനുഷ്യൻ ഖത്തം ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം, അവൻ ഓതുന്ന സമയത്ത് അവൻ്റെ ഓത്തിൽ വരുന്ന പല അബദ്ധങ്ങളും എങ്ങനെ തിരുത്തണം തുടങ്ങി ഖത്തുമുൽ ഖുർആൻ ഓതുന്ന ആണും പെണ്ണും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടങ്ങുന്ന ഒരു വീഡിയോ മുമ്പ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഖത്തുമുൽ ഖുർആനുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മനസ്സിലാകും. അത് കേൾക്കുക, മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മുടെ ഖത്തുമുൽ ഖുർആനിനെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.